നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പുതിയൊരു രാഷ്ട്രീയ വിവാദം ഉടലെടുത്തിരിക്കുകയാണ്. CPM സ്ഥാനാർത്ഥി VK പ്രശാന്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകി കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരൻ. തന്റെ പ്രചാരണത്തിന് കൂലിക്ക് ആളെ ആവശ്യപ്പെട്ടു ആപ്പിൽ പരസ്യം കൊടുത്തെന്ന CPM പ്രചാരണം. ഇതിനെതിരെയാണ് K മുരളീധരൻ പരാതി നൽകിയിരിക്കുന്നത്. തോൽക്കുമെന്ന ഭയത്താലാണ് CPM ഇങ്ങനെ ചെയ്യുന്നതെന്നും VK പ്രശാന്താണ് ഇതിന് പിന്നിലെന്നും K മുരളീധരൻ ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു തറവേല താൻ കണ്ടിട്ടില്ല എന്നും K മുരളീധരന്റെ വിമർശനം. അതേസമയം കൂലിക്ക് ആളെ കൊടുക്കാൻ പരസ്യം കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ് എന്ന് ഉറച്ചു നിൽക്കുകയാണ് VK പ്രശാന്ത്. സ്ഥാനാർത്ഥിക്കൊപ്പം കൂടെ പോകാൻ ആളില്ല, പ്രവർത്തിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ആളെ കൂട്ടാൻ പരസ്യം വിട്ടു. എന്നിട്ട് ആരോപണം LDF സ്ഥാനാർത്ഥിയുടെ തലയിൽ ഇടുകയാണ്. വട്ടിയൂർക്കാവിൽ 2ാം സ്ഥാനത്ത് BJP ആയിരിക്കും. മുരളീധരനെ പോലെ ഒരാൾ തനിക്കെതിരെ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു VK പ്രശാന്തിന്റെ പ്രതികരണം. അതേസമയം റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്ത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ്. വട്ടിയൂർക്കാവ് UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ പരാതിയിലാണ് റിപ്പോർട്ടർ ചാനലിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് റാലിയിൽ ആളെ കൂട്ടാൻ പരസ്യം നൽകുന്ന റിപ്പോർട്ടർ ചാനലിന്റെ വാർത്തയിലാണ് പരാതി. വ്യാജ വാർത്തയിലൂടെ പ്രകോപനം സൃഷ്ടിക്കുകയും ലഹള ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചതായും പോലീസിന്റെ FIRൽ വ്യക്തമാക്കുന്നുണ്ട്. പവർ സപ്ലൈ ആപ്പിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു റാലിക്ക് 20 പേരെ ആവശ്യപ്പെട്ട് പരസ്യം വന്നത്. കോൺഗ്രസ് നേതൃത്വം ഈ പരസ്യത്തെ നിഷേധിക്കുകയും ചെയ്തു. പ്രചാരണത്തിൽ CPM സ്ഥാനാർത്ഥി VK പ്രശാന്തിനെതിരെ K മുരളീധരൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും പരാതി നൽകി. തോൽക്കുമെന്ന ഭയത്താലാണ് CPM ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എന്നാണ് K മുരളീധരൻ പറയുന്നത്. VK പ്രശാന്താണ് ഇതിന് പിന്നിലെന്ന് പറയുന്നു. ആരോപണം VK പ്രശാന്ത് നിഷേധിക്കുകയും ചെയ്തു. എന്തായാലും സ്റ്റാർ മണ്ഡലം എന്നും ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്നും ഒക്കെ നമ്മൾ വിശേഷിപ്പിച്ച വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ സ്ഥാനാർത്ഥികളൊക്കെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളൊക്കെ മലയാളി വാർത്തയുടെ അവരുടെ വിജയപ്രതീക്ഷയും ഒക്കെ പങ്കുവച്ചിരുന്നു. എന്തായാലും പുതിയൊരു വിവാദം അത് എത്തരത്തിലാണ് ഇനി അവസാനിക്കാൻ പോകുന്നത് എന്നത് ഒരു ചോദ്യമായി തന്നെ ഉയരുകയാണ്. എന്തായാലും നമുക്ക് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പര്യടന കാഴ്ചകളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. ആരോപണമല്ലല്ലോ, അത് വസ്തുതയല്ലേ. അപ്പൊ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വടകരയിലേക്ക് മത്സരിച്ച് സ്ഥാനം പ്രതീക്ഷിച്ച് അങ്ങോട്ടേക്ക് പോയത്. അപ്പൊ അദ്ദേഹം ഉപേക്ഷിച്ച് പോയ കാലയളവാണ് എനിക്ക് MLA ആവാൻ കഴിഞ്ഞത്. അപ്പോൾ ആ 8 വർഷക്കാലവും LDFന്റെ 6 വർഷക്കാലവും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എടുത്തു നോക്കാം. 1685 കോടി രൂപ ഈ 6 വർഷം കൊണ്ട് LDF ഗവൺമെന്റ് ഒരു മണ്ഡലത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, മുടക്കിയിട്ടുണ്ടെങ്കിൽ, അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളുടെ 6 വർഷവും നിങ്ങളുടെ 8 വർഷവും ഈ 6 വർഷവും തമ്മിൽ സംവാദത്തിന് തയ്യാറുണ്ടോ? ഞങ്ങൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ഓരോ വികസന പരിപാടികളും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. 718 പദ്ധതികൾ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന പ്രചരണ സാമഗ്രികളിലെല്ലാം QR കോഡ് കൊടുക്കും. ഏതൊരാൾക്കും മൊബൈൽ ഫോൺ വഴി അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റിലേക്ക് പോയി ഈ 718 പ്രോജക്റ്റുകൾ ഏതൊക്കെ, അതിന്റെ സ്ഥിതി എന്താണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ കൃത്യമായിട്ടുള്ള വികസന സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ജനം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, വട്ടിയൂർക്കാവിലും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ച് ജനം പ്രതികരിക്കുന്നതാണ് വിശ്വാസം. വിജയപ്രതീക്ഷ എത്രത്തോളം? 101% വിജയപ്രതീക്ഷ. ഇപ്പോൾ എതിർവശത്ത് നിൽക്കുന്ന പോരാളികൾ അവർ എത്രത്തോളം ഞാൻ എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് മോശമായിട്ട് അഭിപ്രായം പറയുന്ന ആളല്ല. അതൊക്കെ ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ജനങ്ങൾ ഉചിതമായി UDFന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് LDFന് അതൊരു തിരിച്ചടിയായിട്ട് തന്നെ അവരുടെ മൊത്തം ഭരണം എതിരായിട്ട് അവർക്ക് തിരിച്ചടിയാവും. പര്യടനമൊക്കെ ഏതുവരെ അല്ല, എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഡോർ ടു ഡോർ ക്യാമ്പയിൻ, ജംഗ്ഷൻ തോറുള്ള ക്യാമ്പയിൻ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിന് LDFന് വോട്ട് ചെയ്യണം? ഈ അഴിമതി, കറുത്ത ഭരണം, ഇതുപോലെയുള്ള കെടുകാര്യസ്ഥത, നശീകരണം തുടർന്നു കൊണ്ടുപോകാനോ? ഇതുപോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ കാണുന്ന ഈ വൻപിച്ച കടക്കെണിയില് കൂടുതൽ രൂക്ഷമാകാനായിട്ടാണോ? ഇതുപോലെ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് വൈറ്റ് വാഷ് അടിച്ച് നികുതി പണമിട്ട് പ്രചാരണം നടത്തുന്നത് കൊണ്ടോ? ഇതുപോലെ കഴിവില്ലാത്ത കുറെ മന്ത്രിമാര് വീണ്ടും വന്നിരുന്ന് ഭരണം മുടിക്കാൻ വേണ്ടിയിട്ടോ? അതിനാണോ നിങ്ങൾ LDFന് വോട്ട് ചെയ്യേണ്ടത്? UDFന് നിങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം? കുറെ നാളായിട്ട് UDFന് വോട്ട് കൊടുത്തല്ലോ. ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവിന്റെ, ഒന്നും അറിഞ്ഞൂടാത്ത ഒരു നേതാവിന്റെ കീഴിൽ യാതൊരു കാര്യവും ഇന്ത്യക്ക് വേണ്ടിയിട്ടോ കേരളത്തിന് വേണ്ടിയിട്ടോ ചെയ്യാത്ത ഒരു UDF എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇപ്പോ അതിന്റെ കൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുന്ന അംഗങ്ങളുള്ള ഒരു ഇതുവരെ കാൻഡിഡേറ്റിനെ പോലും തീരുമാനിക്കാൻ പറ്റാത്ത അന്തർധാരകളും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുള്ള ഒരു പാർട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇതിന് വോട്ട് കൊടുക്കണം. അതേസമയം നമ്മുടെ ഭാരതത്തിനെ കഴിഞ്ഞ 11 വർഷമായിട്ട് ഇപ്പൊ 12ാമത്തെ വർഷം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഏറ്റവും ഉന്നതിയിൽ നിർത്തിയിരിക്കുന്ന ഒരു നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ഭാരതത്തിൽ എന്തെങ്കിലും വികസനം കൊണ്ടുവന്നിട്ടുള്ളൂ. ഇപ്പൊ അവിടെ
ഭാരതം ഇപ്പോ ലോകരാഷ്ട്രങ്ങളിൽ 4ാമത്തെ സ്ഥാനം സാമ്പത്തിക രാഷ്ട്രമായിട്ട് നിൽക്കുന്നു. എന്ത് കാര്യത്തിനും ലോകങ്ങളുടെ നേതാക്കന്മാര് നമ്മുടെ ഭാരതത്തിനെ മാനിക്കുന്നു. ഒരു ഭാരതീയനാണ് എന്ന് പറഞ്ഞ് എവിടെ പോയാലും അതിനുള്ള ഒരു ബഹുമാനം നമുക്ക് കിട്ടുന്നു. ഈ ഒരു പദവി നരേന്ദ്രമോദിജി ഭാരതത്തിന് കൊണ്ടുവന്നെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മറ്റ് സംസ്ഥാനങ്ങൾ വികസന പുരോഗതിയുടെ പാതയിൽ മുന്നേറുമ്പോൾ കേരളം മാത്രം ഈട്ടി കടന്നുകൊണ്ട് ഇനി വീണ്ടും മറ്റു പാർട്ടികൾക്ക് കേരളം വോട്ട് ചെയ്യണോ, അതോ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെയും പ്രകാശത്തിലേക്ക് നയിക്കണോ? അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ ശത്രുക്കൾക്കെതിരെയുള്ള പ്രധാന ആയുധങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ ഒരു ആയുധമാക്കി മാറ്റുമോ ഈ ഒരു പ്രചരണ കാലത്ത്? തീർച്ചയായിട്ടും അത് ആയുധമാക്കേണ്ട കാര്യമില്ല, അതാണ്. കാരണം അത് ശബരിമല കൊള്ള എന്ന് പറയുന്നത് സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു വലിയ സംഗതിയാണ്. നമ്മുടെ ഭഗവാന് പോലും അമ്പലങ്ങളിൽ പോലും ഒരു സുരക്ഷയില്ല, അതിൽ നിന്ന് പോലും സ്വർണം കട്ടെടുക്കും ഇവിടെയുള്ള ആൾക്കാർ എന്നുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാക്ഷിയെ മരവിപ്പിച്ചിരിക്കുന്നതാണ്. അത് ഒരു പാർട്ടിയല്ല ചെയ്തിരിക്കുന്നത് എന്നറിയാം. ഇതിന്റെ ഏറ്റവും മുഖ്യ പ്രതിയായിട്ടുള്ള ആൾക്ക് ഇരു പാർട്ടികളിലും സോണിയാഗാന്ധിയായിട്ടും മറ്റു പല എം പിമാരുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന ദേവസ്വം മിനിസ്റ്ററായിട്ടും ദേവസ്വത്തിലുള്ള ആൾക്കാരായിട്ടും മന്ത്രിമാരായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇരു പാർട്ടികളിലും ബന്ധം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൊള്ള തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമായിട്ട് ജനം മനസ്സിലാക്കണം. അത് കൂടാതെ മറ്റു പല കാര്യങ്ങൾ ഇപ്പം ഓരോരോ MLA-മാരായിട്ട് എടുത്തു നോക്കൂ. ഇപ്പൊ തന്നെ ശ്രീ ആന്റണി രാജു ഒരു വല്ലാത്ത ഒരു കേസിലല്ലേ പെട്ടിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും ആ കേസ് തള്ളിക്കളഞ്ഞല്ലോ. അപ്പൊ അതിന് അദ്ദേഹത്തിന് ഒരു മുഖച്ഛായ തന്നെ മാറിയിരിക്കുന്ന ഒരു അവസരമാണ്. ഇതുപോലെ മിക്കവാറും എല്ലാ MLA-യും വളരെ മോശം സ്വഭാവമുള്ള വളരെ 5000 കാമുകിമാരുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവരെ തന്നെ മന്ത്രിയായിട്ട് വാഴ്ത്തി വലിയ നിലയിൽ കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അതെല്ലാം ആയുധമായിട്ട് വരണം. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾക്ക് അത് മനസ്സിലാകണം. ഇതാണ് ഒരു സ്ഥലത്ത് ഒരു MLA ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ 2 മാസം കഴിയുമ്പോൾ എനിക്ക് MP ആവാൻ ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞ് അതിട്ടിട്ട് പോകുന്ന MLA-മാരുള്ള പാർട്ടി അതും ഒരു ആയുധമാകണം. അതുപോലെ വഴക്കുകൾ ഇട്ട് പിണങ്ങിപ്പൊക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് PFI പോലെയുള്ള സംഘടനകളുമായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് വോട്ട് ബാങ്ക് ആക്കി അത് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടി, ഇതെല്ലാം ആയുധമാകണം.